സ്ത്രീധനപീഡനത്തെ തുടർന്ന് തമിഴ്നാട് തിരുപ്പൂരിൽ നവവധു ജീവനൊടുക്കി. തിരുപ്പൂർ സ്വദേശിനി ഋഥന്യ എന്ന 27-കാരിയാണ് മരിച്ചത്. കാറിനകത്താണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് 78-ാം ദിവസമാണ് യുവതിയുടെ മരണം. ഭർത്താവിൻ്റെയും ഭർത്തൃവീട്ടുകാരുടെയും പീഡനം താങ്ങാനാകാതെയാണ് ഋഥന്യ ജീവനൊടുക്കിയതെന്നാണ് കുടുംബത്തിൻ്റെ പരാതി. ഭർത്തൃവീട്ടുകാരുടെ പീഡനം വിവരിക്കുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിട്ടുണ്ട്. പിതാവ് അണ്ണാദുരയ്ക്കാണ് ഋഥന്യ ഈ ശബ്ദ സന്ദേശം അയച്ചത്. പരാതിയെ തുടർന്ന് ഭർത്താവ് കവിൻകുമാറിനെയും മാതാപിതാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുപ്പൂർ കൈകൊട്ടിപ്പുത്തൂർ സ്വദേശിയായ യുവതിയെ കാറിനകത്ത് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഞായറാഴ്ച ക്ഷേത്രത്തിലേക്കെന്ന് പറഞ്ഞ് കാറിൽ പോയ ഋഥന്യ വഴിയോരത്ത് വാഹനം നിർത്തി കീടനാശിനി ഗുളികകൾ കഴിക്കുകയായിരുന്നു. ഏറെ നേരമായി കാർ വഴിയോരത്ത് കിടക്കുന്നത് കണ്ടതോടെ നാട്ടുകാരനാണ് വിവരം പോലീസിനെ അറിയിച്ചത്. മൃതദേഹം അവിനാശി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി. ഋഥന്യ അച്ഛൻ അണ്ണാദുരയ്ക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ നിന്ന് ഭർത്താവ് കവിൻകുമാറിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നതായി പറയുന്നുണ്ടെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കവിൻകുമാറിനും മാതാപിതാക്കൾക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് ഋഥന്യയുടെ ബന്ധുക്കൾ അവിനാശി സർക്കാർ ആശുപത്രിയുടെ മുൻപിൽ റോഡ് ഉപരോധിച്ച് സമരം നടത്തി. തുടർന്ന് കവിൻകുമാർ, മാതാപിതാക്കളായ ഈശ്വരമൂർത്തി, ചിത്രാദേവി എന്നിവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവ് ശാരീരികമായും ഭർത്തൃവീട്ടുകാർ മാനസികമായും പീഡിപ്പിക്കുന്നതായും മാതാപിതാക്കൾക്ക് ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ഋഥന്യ പിതാവിനയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. ഈ വർഷം ഏപ്രിലിലായിരുന്നു കവിൻകുമാറുമായി ഋഥന്യയുടെ വിവാഹം. 100 പവൻ സ്വർണവും 70 ലക്ഷം രൂപ വരുന്ന ആഡംബര കാറുമാണ് മാതാപിതാക്കൾ വിവാഹ സമ്മാനമായി നൽകിയത്. സംഭവത്തിൽ പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു. തിരുപ്പൂർ RDOയും അന്വേഷണം തുടങ്ങി. News 18, Chennai.